അപ്പോൾ വീണ്ടും ഒരു റൈഡറിൻ്റെ മെഷീനിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 3 മെഷീനും കണ്ടിന്യൂസ്ലി നമ്മൾ റൈഡറിനാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ എപ്പോഴും റോബറി പിടിച്ചുപറിയത് മാത്രമാണ് അതാണ് ഏറ്റവും കൂടുതൽ റൈഡറിൻ്റെ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് യൂഷ്വൽ ഒരു റോബറി കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊരു നോർമൽ റോബറി അല്ല. ഇത് ഈ പറയുന്ന ഡോക്കിൽ പോയിട്ട്, അതായത് ഷിപ്പുകളും കാര്യങ്ങളും ഈ പറയുന്ന വലിയ വലിയ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഈ മിലിറ്ററിയുടെ സെക്യൂരിറ്റിയുടെ അകത്ത് പോയി അവരെ പണിത് വെപ്പൺസ് കാര്യങ്ങൾ റോബറി ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഇപ്പോൾ റൈഡർ പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അവർ ആസ് യൂഷ്വൽ എപ്പോഴും കൂട്ടുകാരെ പോലെ തന്നെ അങ്ങോട്ടും കളിയാക്കിയിട്ടും റൈഡർ ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, ഏതൊരു റോബറിക്കും ഏതൊരു മെഷീനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊങ്ങച്ചും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഹാർഡ് വർക്ക് കൂടുതലിടുന്ന CJ ആണ്. റൈഡർ വെറുതെ ജസ്റ്റ് ഒരു കോ എന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു നോക്കൂത്തി പോലെ ഒരു സൈഡിലിരിക്കുക എന്നുള്ളൂ. CJ ആണ് ഒരു 99% എഫേർട്ട് എപ്പോഴും ഇടുന്നത്. അപ്പോൾ റൈഡർ പക്ഷേ ആ ഒരു ക്രെഡിറ്റ് മൊത്തം അവൻ്റെ കയ്യിലാക്കിയിട്ടാണ് നടക്കുന്നത്. അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ, വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വാൻ, എപ്പോഴും ഈ ഒരു വാനാണ് റോബറിക്ക് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പിള്ളേരെന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് അവരുടെ ആവശ്യമില്ല. നമുക്ക് റൈഡറും നമ്മളും മാത്രം മതി, CJയും മാത്രം മതി ഈ ഒരു മെഷീൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഡോക്കിലേക്ക് പോകണം. അപ്പോൾ മുന്നേ കഴിഞ്ഞ മെഷീനിൽ ചെയ്ത പോലത്തെ ഒരു റോബറി അല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നോർമലായിട്ട് ചെയ്യുന്ന റോബറികളാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് ലോസ് വേഗാസിലത്തെ മിലിറ്ററി ബേസിൻ്റെ അകത്ത് പോയി, അല്ലെങ്കിൽ മിലിറ്ററി ബേസ് സെക്യൂരിറ്റി നിൽക്കുന്ന സ്ഥലത്ത് അകത്ത് പോയി അവരെ പഠിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സാധനങ്ങൾ, ആമോ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, ഡോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിനായിട്ടുള്ള കാർഗോ കാര്യങ്ങളൊക്കെ ഷിപ്പ് വഴി ഡെലിവറി ചെയ്യുന്ന സ്ഥലമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സർക്കിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഗാർഡാണ് ഇതിനൊക്കെ സെക്യൂരിറ്റി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അവിടെ കയറി ആ കാണുന്ന നമ്പറിലൊക്കെ നമ്മൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ തുറക്കുന്നതാണ്. അപ്പോൾ ആ കാണുന്ന ആ ഗ്യാരേജിൻ്റെ അകത്താണ് ഈ കൊറിയർ കാര്യങ്ങളും കാർഗോ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു പിസ്റ്റളും കാര്യങ്ങളാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ട്. ഗാർഡുകളായ കാരണം തന്നെ അവരുടെ കയ്യിൽ നല്ല അടിപൊളി ഗണ്ണുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കാം. നമ്മൾ ചാടിയൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ, അവരുടെ കയ്യിൽ നോർമൽ പിസ്റ്റലാണ്, അതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ വലിയ കണ്ടെടുക്കുകയാണെങ്കിൽ നമുക്കും അതിനനുസരിച്ചിട്ടുള്ള കണ്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ആൾക്കാരെ തീർത്തിട്ടുണ്ട്. അപ്പോൾ റൈഡർ നൈസായിട്ട് വണ്ടിയായിട്ട് നേരെ കയറി പടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ AR വെച്ചിട്ടാണ് പഠിക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആർമിയല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ആ കാണുന്ന പൂട്ടും പൊട്ടിച്ചു. ഇനി നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പിക്കപ്പർ എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇത് അടക്കി വെക്കണം. അതിൽ റൈഡർ മരിക്കാണ്ടിരിക്കാൻ നമ്മൾ നോക്കണം. കാരണം റൈഡറാണ് കുറച്ചെങ്കിലും ഈ ഒരു മെഷീനിൽ റൈഡർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചെങ്കിലും. എന്നുവെച്ചാൽ ആർമി അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഷൂട്ട് ചെയ്ത് നിൽക്കണുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. ആദ്യമായിട്ടാണ് റൈഡറിൻ്റെ ഇങ്ങനെ ഒരു ഉപകാരമുള്ള കാര്യം കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റൈഡറിൻ്റെ ലൈഫ് കുറഞ്ഞവൻ മരിക്കാതിരിക്കാനും നമ്മൾ നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഈ മെഷീന് ഫെയിൽഡായി നമ്മൾ ആദ്യം മുതൽ വീണ്ടും കളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഓരോന്നോരോ ബോക്സായിട്ട് നമ്മൾ വെക്കുന്തോറും കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 2 കഴിഞ്ഞു. ഇനി 2 ബോക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരിക്കുകയാണ്. ഇത് കുറച്ച് ടാസ്ക്കാണല്ലോ, പക്ഷെ അത് കറക്റ്റായിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സിമ്പിളായിട്ട് പിക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു ബോക്സും കൂടി ഉണ്ട്.
നമ്മൾ വിചാരിക്കും ഇത് മൊത്തം കഴിഞ്ഞാൽ ഇനി ഒരു 2 ബോക്സ് റിമൈൻഡ് ഉണ്ടല്ലോ. പക്ഷേ 2 ബോക്സ് 3 ബോക്സോളം നമുക്ക് ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ട്. വേണ്ട, ഒരു പുറത്ത് വെച്ചിരിക്കണം നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതും കൂടിയിട്ട് ഒരു ട്രക്കിൽ കയറ്റേണ്ടതുണ്ട്. ഈ 2 ബോക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ഗൈസ്. അപ്പോൾ റൈഡറിൻ്റെ ലൈഫ് അത്രയ്ക്കൊന്നും പോയിട്ടില്ല. നൈസായിട്ട് അറിഞ്ഞ് ഒരു 2-3 വീഡിയോ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടാവുള്ളൂ. നമുക്ക് അവിടെ പോയി 2 പെഗ് മദ്യം അവൻ്റെ കയ്യിലേക്ക് ഇറ്റിച്ചു കൊടുത്തിട്ട് നമുക്കായിട്ട് തന്നെ അതെടുത്ത് വെളിയിലിടാന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ റൈഡറിന് വേണ്ടി അലക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആയി കാണുന്ന ഒരു ബോക്സും കൂടി ഉള്ളതിന് ലാസ്റ്റ് വേണം. കറക്റ്റായിട്ട് ഇരിക്കണം, എന്നാലാണ് അതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദൗത്യം ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാ ഈ മൂപ്പരോട് കുറച്ച് ഡയലോഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ എടുക്കണം മുത്തേ. സോറി, ഞാൻ വിചാരിച്ചു ഞാൻ ട്രക്കിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പഠിക്കാം. അപ്പം ഇനി മിലിറ്ററി ബേസിലത്തെ വണ്ടികൾ കുറേ നമ്മുടെ ബാക്കിൽ വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ബാക്കിൽ വരുന്ന ആൾക്കാരെ നൈസായിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈഡർ തന്നെ അതിൽ നിന്നൊരു ബോക്സ് എടുത്തിട്ട് അവരുടെ മേത്തേക്ക് ഇടും. അങ്ങനൊരു പരിപാടി ഉണ്ട് അതിൽ. പക്ഷെ അത് ചെയ്യുന്നതോറും നമ്മളെ സ്റ്റോക്ക് കുറയല്ല ചെയ്യുക. അതെന്തതിലൊരു ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതൊരു ഗെയിമല്ലേ, ഗെയിമിൽ എന്ത് ലോജിക്കല്ല. പക്ഷേ സാൻ ആൻഡ്രിയാസിൽ ലോജിക്ക് നോക്കണം, കാരണം അതൊരു ഗെയിമല്ല, വികാരം തന്നെയാണ്. ബാക്കിലത്തെ ടയർ വരെ അവർ ഷൂട്ട് ചെയ്ത് പഞ്ചറാക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് നൈസായിട്ട് കളിക്കാൻ പറ്റാത്ത. ഓ മാൻ, നമ്മൾ വഴി തെറ്റി ബ്രോ. നമുക്കിപ്പോൾ വെപ്പണടിക്കാനുള്ള ടൈമില്ല. എന്താണ് കാണിക്കുന്നടാ? കമ്മോൺ, എത്തിക്കുള്ള വഴി ഇല്ല ബ്രോ. ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കണം ഗൈസ്. ഇതല്ല റൂട്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതാവാൻ ചാൻസ് ഇല്ല. നമ്മളൊന്നും കൂടി വളയേണ്ടി വരും. ജസ്റ്റ് ഒരു വാള് മാത്രമാണ്. ഞാൻ വിചാരിച്ചു വുഡും കാര്യങ്ങളാണെങ്കിൽ നമുക്കത് അടിച്ചിട്ടിട്ട് പോവാം. നമ്മളപ്പുറത്തെ വഴി വരേണ്ടി വരും. ഓക്കെ, സീനില്ല. ഒരു മിലിറ്ററിയുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ബെല്ലാസ് ഗ്യാങ് അവർക്ക് ചൊറുക്കാണ്. അവരുടെ ഒരുവിധം ടെറിട്ടറിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കാൻ പോവല്ലേ. ഇതിന് മുകളിലുണ്ടല്ലോ ബെല്ലാസ് ഗ്യാങ്. എന്താ അവിടെ പരിപാടി? ഇതാണ് അവരുടെ ഗ്യാങ് ഹൗസ്. കൊള്ളാലോ, ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. സാധാരണ അങ്ങനെ ഒരു MPC കാര്യങ്ങളൊന്നും അങ്ങനെ വീടിൻ്റെ മുകളിൽ നിൽക്കാറില്ല. അപ്പോൾ നമ്മൾ നമ്മളെ ഗാരേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെഷീൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മെഷീനുമായി കാണുന്നവരെ ബൈ.